അകാല നര മൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. കുട്ടികളിൽ പോലും ഇപ്പോൾ നര കണ്ടുവരുന്നു. ഇങ്ങനെ നര കണ്ടുവരുമ്പോൾ തന്നെ നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിച്ചിട്ട് മുടി കറുപ്പിക്കാറാണ് പതിവ്. ഇങ്ങനെ സ്ഥിരമായി കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും മുടി കൊഴിയുന്നതിനും തലയോട്ടിയിൽ താരൻ, ചൊറിച്ചിൽ എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിനും മുടി മൊത്തത്തിൽ നരച്ചു പോകുന്നതിനും കാരണമാകുന്നു. കെമിക്കൽ ഡൈയിലൊക്കെ അടങ്ങിയിരിക്കുന്ന അമോണിയ, PPD എന്നീ രാസവസ്തുക്കളാണ് ഇതിന് കാരണം. നമുക്ക് നല്ലപോലെ മുടി വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഡൈ ആണിത്. ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തന്നെ മാറാനും മുടി നന്നായി വളരാനും മുടിക്ക് നല്ല കട്ടി ഉണ്ടാവാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നെപ്പോലെ ഒരുപാട് നരയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഹെയർ ഡൈ സ്ഥിരമായി ഉപയോഗിച്ചോളൂ. സ്ഥിരമായി എന്ന് പറഞ്ഞാൽ എന്നുമല്ല, ആഴ്ചയിൽ 2 തവണ വീതം. അങ്ങനെയാണെങ്കിൽ മുടിക്കൊക്കെ നല്ലൊരു ബ്രൗൺ കളർ വരാനും ക്രമേണ മുടി കറുത്ത് വരാനും സഹായിക്കും. അതുപോലെ പുതിയ മുടികൾ വരുന്നതൊക്കെ നല്ല കറുപ്പായിട്ട് തന്നെ വളരുകയും ചെയ്യും. നമുക്ക് ആദ്യമായിട്ട് ഹെയർ ഡൈ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള തേയില വെള്ളം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം. തേയിലപ്പൊടി ചേർത്ത് കൊടുത്ത് നന്നായി തിളപ്പിച്ച് ചെറിയ തീയിലിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ കാപ്പിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം തേയില മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മുടി വാഷ് ചെയ്യുന്നതൊക്കെ മുടിയുടെ കളറ് നിലനിർത്താനായിട്ട് സഹായിക്കും. നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയും ചെയ്യാം. ചെറിയ തീയിൽ വെക്കണം എന്ന് പറയുന്നത് ഈ തേയിലയുടെ കടുപ്പം നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വേഗം വറ്റിപ്പോവുകയും ചെയ്യും. തേയിലയ്ക്ക് കടുപ്പമില്ലാതെ, തേയില വെള്ളത്തിന് കടുപ്പമില്ലാതെ കിട്ടുകയും ചെയ്യും. ഇതുപോലെ നല്ല ഡാർക്ക് കളറാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്ന് അറിയുന്നതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ തേയില വെള്ളമൊക്കെ സ്ഥിരമായി മുടി വാഷ് ചെയ്യാൻ അല്ലെങ്കിൽ മുടിയിൽ സ്പ്രേ ചെയ്തൊക്കെ യൂസ് ചെയ്യുന്നത് മുടിക്ക് വളരെ നല്ലതാണ്. മുടി നന്നായി വളരാനും അതുപോലെ തന്നെ മുടിയുടെ ആ ഡാർക്ക്നെസ് അല്ലെങ്കിൽ ആ കറുപ്പ് കളറൊക്കെ ഒന്ന് നിലനിർത്താനും സഹായിക്കും. നീരിറക്കമൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് പനിക്കൂർക്കയിലെ, തുളസിയിലൊക്കെ ചേർത്ത് കൊടുത്ത് തിളപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്കിവിടെ എടുക്കാം. ഗ്രാമ്പൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും ഗ്രാമ്പൂ ആവശ്യമില്ല. നമുക്ക് മുടിക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം 1 ടീസ്പൂണോളം ഗ്രാമ്പൂവിൻ്റെ പൗഡറാണ്. അതിനാവശ്യമായിട്ടുള്ള ഗ്രാമ്പൂ എടുത്താൽ മതി. ഇനി നമുക്ക് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അല്ലെങ്കിൽ ഇതുപോലെ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഗ്രാമ്പൂ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഗ്രാമ്പൂ നന്നായി പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടാക്കിയെടുക്കുന്നത്. ഒരുപാട് കരിഞ്ഞൊന്നും പോകണ്ട, നന്നായി ചൂടായി കിട്ടിയാൽ മതിയാവും. ഗ്രാമ്പൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുകയും നമ്മുടെ എയർലി ഗ്രേയിങ്ങിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട്, നമ്മുടെ മെലാനിൻ പിഗ്മെൻറ്റ് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പൂ. ഇങ്ങനെ മെലാനിൻ പിഗ്മെൻറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ നാച്ചുറലായിട്ടുള്ള കളറ് നിലനിൽക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടാകുന്ന സമയത്ത് ഗ്രാമ്പൂ ഇങ്ങനെ വെളുത്ത കളറാകുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ചിലപ്പം കുറച്ച് ഗ്രാമ്പൂ ഒക്കെ എടുക്കുന്ന സമയത്ത് പൊടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങളിങ്ങനെ സ്ഥിരമായി ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് അധികം ഗ്രാമ്പൂ എടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം പൊടിച്ചെടുത്താൽ മതിയാവും. അത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ നമുക്ക് ഏതൊരു ഹെയർ ഡൈ ഉണ്ടാക്കുന്ന സമയത്തും കുറച്ച് ഗ്രാമ്പൂവിൻ്റെ പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇപ്പം ഞാനിത് നന്നായിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് നന്നായി പൊടിഞ്ഞില്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ നൈസായിട്ടുള്ള പൗഡർ കിട്ടും. കുറച്ച് ഗ്രാമ്പുമായിട്ട് പൊടിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറച്ചധികം ഗ്രാമ്പു എടുത്ത് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഹെയർ ഡൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തുകൊണ്ട് വരാം. അരിച്ചെടുത്തപ്പോൾ എനിക്ക് 1.5 ടീസ്പൂണിൽ കൂടുതൽ പൗഡർ കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. പക്ഷേ ഇത് പൊടിച്ചെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അതിനൊന്നും മെനക്കെടുന്നില്ല. ഇത്രയും പൗഡർ നമുക്ക് മതിയാവും. ഇനി ഈ പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. മിക്സി ജാറിൻ്റെ അടപ്പിലൊക്കെ നല്ലപോലെ ഈ ഗ്രാമ്പൂ പൗഡർ പിടിച്ചിരിപ്പുണ്ട്. അത് കുറച്ചുകൂടെ നൈസായിട്ടുള്ളതാണ്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഗ്രാമ്പൂവിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ തലയോട്ടിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വളരെ നല്ലതാണ്.
ആയുർവേദത്തിൽ നമ്മുടെ മുടി സംരക്ഷണത്തിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഗ്രാമ്പു തന്നെയാണ്. ഇനി ഞാൻ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ ഹെന്ന പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് എത്രത്തോളം മുടിയിൽ അപ്ലൈ ചെയ്യണോ അത്രത്തോളം നമ്മൾ ഹെന്ന പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ നരച്ച ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും പറയുന്നതാണ്, ഞാൻ രാജസ്ഥാനി ഹെന്നയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ മുടിയിലേക്കുള്ള ആ ഒരു കളറ്, പിടിക്കുന്ന കളറിനെ കുറച്ചധിക കാലം നിലനിർത്താനായിട്ട് കഴിവുള്ള ഒരു ഹെന്ന പൗഡറാണ് രാജസ്ഥാനി ഹെന്ന. രാജസ്ഥാനിലൊക്കെ ധാരാളമായിട്ട് ഈ ഹെന്നയുടെ കൃഷി നടക്കുന്നതുകൊണ്ട് നല്ല പ്യുവറായിട്ടുള്ള ഹെന്നയാണ് നമുക്ക് അവിടെ നിന്ന് വരുന്നത്. ഇനി രണ്ടാമതായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ്. നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൽ ഉണക്ക നെല്ലിക്ക ഇട്ടിട്ട് തിളപ്പിച്ചാലും മതിയാവും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രാമ്പൂവിൻ്റെ പൗഡർ 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോ 1 ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുടിയുടെ നരയുടെ അളവിനനുസരിച്ചിട്ട് ഇത് ഉപയോഗിച്ചാൽ മതിയാവും. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച തേയില വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്കറിയാം, ഈ ഗ്രാമ്പൂവിലൊരു എണ്ണയുണ്ട്. അതിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ എണ്ണ കാണാനായിട്ട് പറ്റും. ഈ എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന യൂജനോൾ എന്നൊരു സംയുക്തം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇത് നമ്മൾ മുടിവേരുകളിൽ പുരട്ടുമ്പോൾ മുടി വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഗ്രാമ്പൂവിൽ വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടി വളർച്ചയെ ഉത്തേജിപ്പിക്കാനായിട്ടുള്ള നമ്മുടെ തലയോട്ടിലുണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആകുന്ന സമയത്താണ് മുടി വളർച്ച നന്നായി നടക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തേയില വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം കൂടി പോകാതെ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം 8 മണിക്കൂറോളം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തന്നെ ഈ മിക്സ് വെക്കുക. അതിനുശേഷം മാത്രമേ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ തന്നെ നമ്മൾ ഹെയർ ഡൈ മിക്സ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഡൈക്ക് നല്ലൊരു കറുപ്പ് നിറം കൊടുക്കാനായിട്ട് സഹായിക്കും. ഇത് ഹെയർ ഡൈ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിൽ വെക്കുമ്പോൾ മാത്രമല്ല കേട്ടോ കറുപ്പ്, ഇത് മുടിയിലേക്ക് നമുക്ക് കറുപ്പ് നിറം നൽകുകയും ചെയ്യും. മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും എണ്ണമയം ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള മുടിയിലായിരിക്കണം നമ്മൾ ഇതുപോലെയുള്ള ഹെയർ ഡൈകളൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഹെന്ന ഉള്ളതുകൊണ്ട് തന്നെ മുടി ഡ്രൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിത് മുടിയിലേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ചിട്ടോ ഒക്കെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ആകുമ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആവാതെ ആ ഒരു ഈർപ്പത്തോടു കൂടി ഇരിക്കുകയും മുടിയിലേക്ക് നന്നായി കളറൊക്കെ പിടിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള മുടിയാണെങ്കിൽ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കനം കുറഞ്ഞ മുടിയാണെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷവർ ക്യാപ്പ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം, അതായത് 8 മണിക്കൂർ. ഞാനിനി രാവിലെയാണ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഒക്കെ നല്ല കറുപ്പ് കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, അയൺ ചീനിച്ചട്ടി അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല കളർ കിട്ടുന്നത്. നമ്മൾ സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത്രയും കളർ കിട്ടില്ല. ഇനി ഇത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 2 തവണ വീതം ഇത് നമ്മൾ ഉപയോഗിക്കണം. ഒരുപാട് നരയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 മാസമൊക്കെ ഉപയോഗിക്കണം. അപ്പോഴേക്കും നല്ല രീതിയിൽ മുടി വളരുകയും ചെയ്യും. മുടിയുടെ ആ ഒരു വെളുത്ത നിറമൊക്കെ മാറിയിട്ട് ബ്രൗൺ കളറിലേക്കൊക്കെ വരികയും ചെയ്യും. പിന്നെ നമ്മൾ മാസത്തിൽ 1 തവണയൊക്കെ യൂസ് ചെയ്താൽ മതിയാവും. എനിക്കിപ്പോൾ നല്ല രീതിയിൽ നരച്ച മുടിയുണ്ട്. അപ്പം ഞാനിങ്ങനെയുള്ള ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നരച്ച മുടിയൊക്കെ മാറി ഏകദേശം ബ്രൗൺ കളറിലേക്കൊക്കെ ആയി കിട്ടുന്നുണ്ട്. ഇനി പുതിയ മുടികൾ വരുന്നത് നരയ്ക്കാതിരിക്കാനും നമുക്ക് ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ ഡൈയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വലിയ കാശ് മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഹെയർ ഡൈ ആണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ യൂസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് റിസൾട്ട് കിട്ടണം എന്നൊന്നും പറയരുത്. കുറച്ച് ദിവസത്തെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം കൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് ആയുർവേദത്തിൽ പറയുന്നതും അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഗ്രാമ്പൂ മുടിക്ക് വളരെ നല്ലതാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.